വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 121. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്കു തണലേകാൻ അവിടുന്നു നിന്റെ വലതുഭാഗത്തുണ്ട്. നിനക്കു തണലേകാൻ അവിടുന്ന്
നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവോ നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവു നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കർത്താവു നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. വചനോപാസന. 121 സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ ഒരു പ്രത്യാശയും വിശ്വാസവുമാണ് ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ പ്രകടമാക്കുന്നത്. ദൈവം എനിക്ക് കാവലായിട്ടുള്ളപ്പോൾ മറ്റുള്ളവർക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശയാണ് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിലൂടെ പ്രകടമാക്കുന്നത്. ഈ സങ്കീർത്തനം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു തീർത്ഥാടകനും ദേവാലയത്തിലെ ഒരു പുരോഹിതനും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണ്. തീർത്ഥാടകൻ എന്ന് പറയുന്ന ആ വ്യക്തി സ്വയം ചോദിക്കുന്ന ചോദ്യവും ഉത്തരവും 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്നുള്ള വാക്യങ്ങളിൽ അയാൾ സ്വഗതമായി തനിക്ക് തന്നെ ആശംസിക്കുന്ന അനുഗ്രഹ വചസ്സുകളാണ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ സങ്കീർത്തനം വിപ്രവാസത്തിന് മുൻപുള്ള ദേവാലയ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. 121 സങ്കീർത്തനം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും. ഇങ്ങനെ എഴുതാനായിട്ടുള്ളൊരു കാരണം ദൈവം എപ്പോഴും ഉന്നതങ്ങളിലാണ് എന്നുള്ള ഒരു ചിന്തയുടെ വെളിച്ചത്തിലാണ്. ദൈവം എപ്പോഴും ഉന്നതങ്ങളിൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഉന്നതങ്ങളിലേക്ക്
കണ്ണുകൾ ഉയർത്തുന്നതായിട്ട് സങ്കീർത്തകൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നതങ്ങളിലുള്ള ദൈവത്തിൻ്റെ വലിയ ശക്തിയെയും ഈ ഉന്നതങ്ങളിൽ എന്നുള്ള പ്രയോഗം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നുണ്ട്. വീണ്ടും അവിടെ പറയുകയാണ്, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നും. അപ്പം ദൈവം സകലത്തിൻ്റെയും ഉടവനാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭയങ്കര ശക്തിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ കർത്താവാണ് എനിക്ക് കാവലായിട്ട് നിൽക്കുന്നത് എന്ന ആ ബോധ്യമാണ് സങ്കീർത്തകൻ ഇവിടെ പ്രകടമാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3-4 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ കാവൽക്കാരനായ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. നിന്റെ കാല് വഴുതാനായിട്ട് അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. നമ്മുടെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയാൽ എന്തു ചെയ്യും? ശത്രു നമ്മുടെ മേൽ ആക്രമണം അഴിച്ചുവിടുകയും നമുക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിനുമൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാവൽക്കാരൻ ഒരിക്കലും ഉറക്കം തൂങ്ങാനായിട്ട് സാധിക്കുകയില്ല, അല്ലെങ്കിൽ മയങ്ങാനായിട്ട് അവന് അവൻ പറ്റുകയില്ല. യഥാർത്ഥ കാവൽക്കാരൻ അങ്ങനെയാണ്. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കാവൽക്കാരനായിട്ട് നിന്റെ കൂടെ ഉള്ളപ്പോൾ നിനക്ക് യാതൊരു അപകടവും വരുവാനായിട്ട് കർത്താവ് സമ്മതിക്കുകയില്ല. എപ്പോഴും അലേർട്ടായിട്ട് നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് സങ്കീർത്തകൻ അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ കാൽവയ്പും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ കാവലിൻ്റെ ആ പ്രത്യേകതയും മനോഹാരിതയുമാണ് നമുക്ക് അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നത്. നമ്മൾക്കറിയാം, ഇതൊരു തീർത്ഥാടകൻ ഒരു പുരോഹിതനുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതായിട്ടാണ് അവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. അപ്പോഴെന്താണ്, രാവും പകലും കാൽനടയായിട്ട് ദൈവഭക്തൻ യാത്ര ചെയ്തു വരുന്നതും മടങ്ങുന്നതും കർത്താവ് ആ സമയങ്ങളിലെല്ലാം അവന് കാവൽ നിൽക്കുന്നതുമാണ് വ്യക്തമാക്കി തരുന്നത്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ ജെറുസലേമിലേക്ക് നടത്തുന്ന തീർത്ഥാടനം കാൽനടയായിട്ടായിരുന്നു. അങ്ങനെ കാൽനടയായിട്ട് നടത്തുന്ന തീർത്ഥാടനങ്ങളിൽ ദൈവം എപ്പോഴും അവനോട് കൂടെ താങ്ങായിട്ട്, തണലായിട്ട്, സംരക്ഷണമായിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അവിടെ പറയുകയാണ്, നിന്റെ വലതുഭാഗത്ത് ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നാണ്. നിന്റെ വലതു ഭാഗത്ത് എന്ന് പറയുമ്പോൾ വലത് കൈക്കൊക്കെയാണല്ലോ നമുക്ക് കൂടുതൽ ശക്തിയുള്ളത്. അപ്പം നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മുടെ വലതു ഭാഗത്ത് ഉണ്ട് എന്ന് അവിടെ വെളിപ്പെടുത്തി തരികയാണ്. വീണ്ടും 5-6 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, കർത്താവ് എനിക്ക് തണൽ തരും എന്ന പ്രയോഗം അവിടെയുണ്ട്. കർത്താവ് എനിക്ക് തണൽ തരും. ഇത് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ദൈവം നമുക്ക് തണൽ തരും എന്ന് പറയുമ്പോൾ അതുവഴിയായിട്ട് സൂചിപ്പിക്കുന്നത് 2 കാര്യമാണ്. ഒന്നാമതായിട്ട് ദേവാലയത്തിലെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമാണ്. രണ്ടാമതായിട്ട് ദൈവഭക്തൻ്റെ ജീവിതയാത്രയാകുന്ന തീർത്ഥാടനത്തിൽ കർത്താവ് തണലാകുന്ന അനുഭവം. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ രാത്രിയിൽ ദീപസ്തംഭമായിട്ട്, വെയിലത്ത് മേഘസ്തംഭമായിട്ട് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വെയിലത്ത് തണലായിട്ട് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതിനെയാണ് ഇവിടെ സാന്ദർഭികവശാൽ സങ്കീർത്തകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം തണലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നും. വീണ്ടും പറയുകയാണ്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. നമ്മളാരും ചന്ദ്രനും സൂര്യനും ഉപദ്രവിക്കുന്നതായിട്ട് കണക്കാക്കാറില്ല. എന്നാൽ വിജാതരുടെ ഇടയിൽ സൂര്യനും ചന്ദ്രനും ഉപദ്രവിക്കും എന്നൊരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സൂര്യനും ചന്ദ്രനുമൊക്കെ രോഗത്തിനും മരണത്തിനും കാരണമാകും എന്ന ഒരു ചിന്തയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് സങ്കീർത്തകൻ ഇവിടെ പറയുന്നത്, സൂര്യനും ചന്ദ്രനും നിന്നെ ഉപദ്രവിക്കുകയില്ല. അതുപോലെ തന്നെ എല്ലാ തിന്മകളിൽ നിന്നും
കർത്താവ് നിന്നെ കാത്തുകൊള്ളുമെന്ന്. കേട്ടോ, എല്ലാ ദുഷ്ട സാഹചര്യങ്ങളിൽ നിന്നും തിന്മയുടെ മേഖലകളിൽ നിന്നും കർത്താവ് നമുക്ക് സംരക്ഷണം ഒരുക്കും എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്. ഈ 7-8 വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് അതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 7-8 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3 വാക്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ പറയുകയാണ്, എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് തിന്മ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത്? ദൈവകൃപ തടസ്സപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നിന്നെ കാത്തുകൊള്ളും. ദൈവകൃപ അനർഗളമായിട്ട് നിന്നിലേക്ക് ഒഴുകപ്പെടുന്ന ഒരു സാഹചര്യം ദൈവം നിന്നിൽ ഉണ്ടാക്കും എന്നാണ്. രണ്ടാമത് പറയുന്നത്, നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ ജീവൻ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവനെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തകൻ അർത്ഥമാക്കുന്നത്. നിന്റെ ആധ്യാത്മിക ജീവൻ കർത്താവ് സുരക്ഷിതമാക്കും എന്നുള്ളതാണ്. തിന്മകളിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നത് വഴിയായിട്ട് നിന്റെ ആധ്യാത്മിക ജീവൻ കർത്താവ് സുരക്ഷിതമാക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, നിന്റെ വ്യാപാരങ്ങളെ കർത്താവ് കാത്തുകൊള്ളും. നിന്റെ വ്യാപാരങ്ങളെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീർത്ഥാടകനും പുരോഹിതനും തമ്മിലുള്ള സംഭാഷണമായിട്ട് ഇതിനെ നമ്മൾ കാണുമ്പോൾ നിന്റെ വ്യാപാരങ്ങളെ കർത്താവ് കാത്തുകൊള്ളുമെന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് നിന്റെ യാത്രയെ, നിന്റെ പോക്കിനെയും വരവിനെയും ഒക്കെ ദൈവം കാത്തുകൊള്ളുമെന്നുള്ളതാണ്. ഈ ജെറുസലേം ദേവാലയത്തിലെ തിരുനാളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന തീർത്ഥാടകന് കർത്താവ് സംരക്ഷണം ഒരുക്കുന്നു. വീണ്ടും അടുത്ത തിരുനാളിന് ദേവാലയത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവനും വീണ്ടും സംരക്ഷണം ഒരുക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ദൈവം നമുക്ക് കാവലായിട്ട് കാവലായിട്ടുണ്ടെങ്കിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും എന്ന ഒരു ബോധ്യമാണ് സങ്കീർത്തകൻ ഇവിടെ നമുക്ക് പങ്കുവെക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്, ദൈവം നമ്മുടെ കാവലായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിനാൽ നമ്മൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടായിട്ട് പോകാനായിട്ട് സാധിക്കും എന്ന ഒരു ഉറപ്പ് സങ്കീർത്തകൻ ഇവിടെ നമുക്ക് നൽകുകയാണ്. സങ്കീർത്തകൻ്റെ ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന ബോധ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് തയ്യാറാകാം. അതിനുള്ള അനുഗ്രഹത്തിന് കൃപയ്ക്കായിട്ട് നമുക്ക് ഈ സങ്കീർത്തനം ആലപിച്ച് പ്രാർത്ഥിക്കാം. വചനോപാസന. റൂഹാ തമ്പുരാനേ, റൂഹാ തമ്പുരാനേ. ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാനേ, ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാനേ, വെളിവിൻ്റെ കതിരൊളി തൂകീദാസനെ പ്രകാശപൂരിതനാക്കൂ, സ്വർഗീയ പ്രമോദഭരിതനാക്കൂ. ഇന്നു നീ പ്രകാശപൂരിതനാക്കൂ. ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാനേ.
മനസ്സിനെ മൂടുന്ന മനസ്സിനെ മൂടുന്ന ഇരുളല നീക്കി, മനസ്സിനെ മൂടുന്ന ഇരുളല നീക്കി, മനസ്സിനെ മൂടുന്ന ഇരുളല നീക്കി, വിൺപ്രഭയേകാൻ വന്നാലും മനസ്സിനെ മൂടുന്ന ഇരുളല നീക്കി, വിൺപ്രഭയേകാൻ വന്നാലും നിത്യദൈവത്തെ നിത്യദൈവത്തെ നന്നായറിയുവാൻ, നിത്യദൈവത്തെ നന്നായറിയുവാൻ സത്യദർശന വരമിന്നു തന്നാലും നിത്യദൈവത്തെ നന്നായറിയുവാൻ സത്യദർശന വരമിന്നു തന്നാലും പരിശുദ്ധ റൂഹ തമ്പുരാനെ, പരിശുദ്ധ റൂഹ തമ്പുരാനെ, പരിശുദ്ധ റൂഹ തമ്പുരാനെ, പരിശുദ്ധ റൂഹ തമ്പുരാനെ, ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹ തമ്പുരാനെ. ഹേമന്തരാവിലെ ഹേമന്തരാവിലെ മഞ്ഞല പോലെ, ഹേമന്തരാവിലെ മഞ്ഞല പോലെ, ഹേമന്തരാവിലെ മഞ്ഞല പോലെ, ഹൃദയാന്തരാളം തണുപ്പായി, ഹേമന്തരാവിലെ മഞ്ഞല പോലെ, ഹൃദയാന്തരാളം തണുപ്പായി, ഊഷ്മളമാക്കാൻ ഊർജം പകരാൻ, ഊഷ്മളമാക്കാൻ ഊർജം പകരാൻ, സൂര്യനായുള്ളത്തിൽ നീയുദിച്ചാലും, സൂര്യനായുള്ളത്തിൽ നീയുദിച്ചാലും പരിശുദ്ധ റൂഹ തമ്പുരാനെ, പരിശുദ്ധ റൂഹ തമ്പുരാനെ, പരിശുദ്ധ റൂഹ തമ്പുരാനെ, പരിശുദ്ധ റൂഹ തമ്പുരാനെ, ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹ തമ്പുരാനെ, വെളിവിൻ്റെ കതിരൊളി തൂകിദാസനെ പ്രകാശപൂരിതനാക്കും, സ്വർഗീയ പ്രമോദഭരിതനാക്കൂ, ഇന്നു നീ പ്രകാശപൂരിതനാക്കൂ, ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹ തമ്പുരാനെ.
പൊട്ടിപ്പോയ മുളം തണ്ടാണിതിൽ, പൊട്ടിപ്പോയ മുളം തണ്ടാണിതിൽ. നാഗശ്രുതിയായി വന്നാലും പൊട്ടിപ്പോയ മുളം തണ്ടാണിതിൽ. നാഗശ്രുതിയായി വന്നാലും ദൈവസ്തുതികൾ പാടാനിവനിൽ. ആലാപനവരം ഇന്നെകിയാലും, ആലാപനവരം ഇന്നെകിയാലും. പരിശുദ്ധ റൂഹാ തമ്പുരാനേ, പരിശുദ്ധ റൂഹാ തമ്പുരാനേ, പരിശുദ്ധ റൂഹാ തമ്പുരാനേ, പരിശുദ്ധ റൂഹാ തമ്പുരാനേ. ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാനേ. വെളിവിൻ്റെ കതിരൊളി തൂകീദാസനെ പ്രകാശപൂരിതനാക്കൂ. സ്വർഗീയ പ്രമോദഭരിതനാക്കൂ. ഇന്നു നീ പ്രകാശപൂരിതനാക്കൂ. ത്രിത്വൈക ദൈവത്തിൻ മൂന്നാമനാകുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാനേ.